ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മഹാമാരി ഉണ്ടായപ്പോ, പ്ലാഗ് രോഗം വന്നപ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കത്തെഴുതി എല്ലാ രാജ്യങ്ങളിലേക്കും, ഇതാ മദീനയിൽ പ്ലാഗ് രോഗമുണ്ട്, മദീനക്കാരും പുറത്തു പോവരുത്, പുറം രാജ്യക്കാരും മദീനയിലേക്ക് വരികയും വേണ്ട, അവരവന്റെ നാട്ടിൽ നിന്നോ ഈ പ്ലാഗ് രോഗം തീരുന്നവരെ പുതിയ ആളുകൾ മദീനത്തേക്ക് കടന്നു വരണ്ട, മദീനക്കാരെ പുറത്തു പോവുകയും ചെയ്യരുത് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഒരാൾ അതിന്റെ ഇടയിൽ നിന്ന് കയറി ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ അതഫിറു മിൻ ഖദരില്ലാഹ്, അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണോ? അല്ല വിചാരിച്ചതല്ലേ നടക്കുള്ളൂ, ആളിങ്ങോട്ട് വന്നാലെന്താ, മദീനക്കാര് പുറത്തുപോയാലെന്താ, എന്തിനാ നിങ്ങളത് തടഞ്ഞു വെക്കുന്നത് എന്ന്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണോ എന്ന് ചോദിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ കൊടുത്തൊരു മഹത്തായ മറുപടിയുണ്ട്, നഫിറു മിൻ ഖദരില്ലാഹ് ഇലാ ഖദരില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് അല്ലാഹുവിന്റെ മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ ഓടുന്നത്, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഒളിച്ചോടുകയല്ല. സുരക്ഷിതത്വം പാലിക്കാനും പകർച്ചവ്യാധികൾ തടയിടാനും വേണ്ടി നമ്മളോട് ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതും അല്ലാഹുവിന്റെ ഖദാഇന്റെ ഭാഗമാണ്, ഇത് റബ്ബിന്റെ ഖദറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടേത്. അതുകൊണ്ട് പകർച്ചവ്യാധികൾ പരക്കാതെ നമ്മുടെ കൊതുകുകൾ അതുപോലെയുള്ള സംഗതികളൊക്കെ ഓരോരുത്തരും അവനവന്റെ ഒരു ഇനിഷ്യേറ്റീവ്, എല്ലാം മുനിസിപ്പാലിറ്റിക്കാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്, കോർപ്പറേഷനുകൾ ചെയ്യട്ടെ, പഞ്ചായത്ത് ചെയ്യട്ടെ എന്ന് കാത്തിരിക്കരുത്. ഓരോരുത്തരും അവനവന്റെ വീടിന്റെ മുമ്പിൽ ദുർഗന്ധം വമിക്കുന്ന ഈ ഡ്രെയിനേജുകളെ വൃത്തിയാക്കാൻ ബാധ്യസ്ഥരാണ് ശറഇന്റെ കാഴ്ചപ്പാടിൽ തെളിവുകൾ വഴിയെ പറയുന്നു. ന്യൂട്രീഷൻ, ഏറ്റവും നല്ല ഹലാലായ ഭക്ഷണം. എല്ലാ മുർസലീങ്ങളോടും അല്ലാഹുവിന്റെ തീരുമാനമതാണ്, കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങൾ ഏറ്റവും നല്ല ശുദ്ധിയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, നമ്മുടെ റെസ്റ്റോറന്റുകളിൽ സേവ് ചെയ്യുന്ന ഭക്ഷണം സുരക്ഷിതമാണോ അല്ലെങ്കിൽ ആരോഗ്യമുള്ളതാണോ വൃത്തിയുള്ളതാണോ എന്ന് ശറഅ് ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സെക്സ് ഹൈജീൻ, മനുഷ്യന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഭാഗത്ത് അവിടെയും വൃത്തി വേണം, ശുദ്ധി വേണം എന്ന് പറഞ്ഞു പരിശുദ്ധ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യയെ സമീപിക്കുന്നിടത്ത് ശുദ്ധി വേണമെന്നാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ പീരീഡുള്ള സമയത്ത് നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ശറഅ് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഹൈദിന്റെ ശേഷവും ശാരീരിക ബന്ധങ്ങൾക്ക് ശേഷവും നിങ്ങൾ കുളിക്കണം, വൃത്തിയാവണമെന്ന് ശറഅ് പറയുന്നത്. വ്യഭിചാരം ചെയ്തു പോകരുതെന്നും, വ്യഭിചാരമോ അതുപോലെയുള്ള ഹോമോസെക്ഷ്വാലിറ്റി പോലെയുള്ള അപകടങ്ങൾ സമൂഹത്തിൽ പാടില്ലെന്ന് ശറഅ് പറയാൻ കാരണം സെക്സ് ഹൈജീൻ ഈ ഉമ്മത്തിൽ വേണമെന്ന ശറഇന്റെ താൽപര്യമാണ്, അല്ലാഹുവിന്റെ നിർബന്ധമാണ്. വേറെയുണ്ട് മെന്റൽ ആൻഡ് സൈക്കിക് ഹൈജീൻ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സിനും വൃത്തി വേണം. അതുകൊണ്ടാണ് അസൂയാലുക്കൾ. നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും വേറൊരുത്തന്റെ കാര്യം ആലോചിക്കാൻ വളരെ മിടുക്കന്മാരാണ് നമ്മൾ. അയൽപക്കത്ത് റോഡിലൂടെ പോകുന്നവൻ, നാട്ടുകാരന്റെ വിഷയം, സ്വന്തം കുഴപ്പങ്ങളൊന്നും കാണൂല്ല, നാട്ടുകാരുടേത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ടെന്നതൊരു ദുഃഖസത്യമാണ്. ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ കല്യാണ മുടക്കുകൾ ഉണ്ടാകുന്നത്. ആണ് മറ്റുള്ളവന്റെ വിഷയത്തിൽ ഇടപെടുക. അതുകൊണ്ടാണ് ദീപത്തും നമീമത്തും പരത്തിവിടുന്ന സോഷ്യൽ മീഡിയകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഭാഗത്തുള്ള ചില ആളുകളുടെ ഇനീഷ്യേറ്റീവ് ഈ അസുഖത്തിന്റെ ഭാഗമാണ്. അസൂയകളും അഹങ്കാരവും കൽബിനെടുത്തു മാറ്റണം. മനുഷ്യന്റെ മെന്റൽ ഹൈജീൻ, മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാവണം, ബ്രെയിൻ ശുദ്ധമാവണം എന്ന് ശറഅ് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണ കാണിക്കാൻ വേണ്ടി പറയുന്നു, ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുന്നു എല്ലാ രീതിയിലും. അതുകൊണ്ടാണ് ഗാംബ്ലിംഗ് പാടില്ലെന്ന് പറഞ്ഞത്. ഇങ്ങനെ ചൂതാട്ടം പോലെയുള്ള കളികൾ. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ ബിസിനസ് നടത്തുന്നു എന്നാ കേട്ടത്. വീടുകളിൽ സ്വന്തം സ്വർണമാലകളൊക്കെ പണയം വെച്ചിട്ട് പൈസ എടുത്തിട്ട് പലിശ കൊടുക്കാം. എങ്ങനെയുണ്ട്? ഭർത്താക്കന്മാര് കച്ചവടം പൊളിയുമ്പോഴാണ് അറിയണത്. ഇങ്ങനെയൊക്കെ തവണ വ്യവസ്ഥകളിൽ ഇത് വാങ്ങിച്ചു പോയവർ പിന്നെ പൈസ തിരിച്ചു വരാതെ വരുമ്പോഴാണ് പെണ്ണുങ്ങൾ പറയുന്നത്, പിന്നെ ഞാനൊരു ബിസിനസ് കുറച്ച് കൊല്ലായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോഴയ്യാ റഹ്മാനെ, എന്നോട് പോലും പറയാതെ ഈ ഒരു ബിസിനസ് നീ വീടിന്റെ ഉള്ളിൽ ഒപ്പിച്ചല്ലേ, എന്ത് പച്ചയായ ഹറാമിന്റെ ബിസിനസ്. സുബ്ഹാനല്ലാഹ്. പലിശ ഇടപാടുകൾ ഒരു സമൂഹത്തിലുണ്ടായാൽ അവിടെ ഫൈനാൻഷ്യൽ സ്റ്റിഞ്ചിനെസ്, ഫൈനാൻഷ്യൽ ക്രൈസിസ്
ഒരു സമൂഹത്തിന്റെ നിർബന്ധമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയിടപാടുകൾ വരുമ്പോ നമ്മുടെ മെന്റൽ ആൻഡ് സൈക്കിക് ഹൈജീൻ, മനസ്സുകളിൽ പകയും വിദ്വേഷവും മനസ്സുകളിൽ സങ്കടവും ഭാരവും വരുന്ന വിഷയമാണത്. അത് വാങ്ങിക്കുന്നവന്, കൊടുക്കുന്നവന്, ഏറ്റെടുക്കുന്നവന്, ഇടപാടുകാരൻ, എല്ലാവർക്കും. അതുകൊണ്ടാണ് ശർഅത്ത് പാടില്ലെന്ന് പറയാൻ കാരണം. പിന്നെ ബോഡി ബിൽഡ്സ്, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഓടാനും ചാടാനും എക്സസൈസ് ചെയ്യാനും സ്വിമ്മിംഗ് വരെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലിമു ഔലാദകും അസ്സിബാഹ, രോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, രോഗം തടയാനുള്ള, രോഗം തടുക്കാനുള്ള, രോഗിയായി പോവരുത് എന്ന ആവശ്യം കൊണ്ട് ശർഅ നമ്മളോട് പറഞ്ഞതാ. മക്കൾക്ക് നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത് പറയുമ്പോ മക്കയിൽ ഒരു കുളമോ ഒരു തോടോ ഒരു പുഴയോ മക്കയിലില്ലെന്നറിയണം. മക്ക കടലിന്റെ വക്കത്തല്ലെന്നറിയണം. മദീനയിൽ ഒരൊറ്റ കുളമാണുണ്ടായിരുന്നത്, ഒരൊറ്റ കുളം. അതിൽ നബിതങ്ങൾ നീന്തിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആ കുളം അവിടെ കാണാനില്ല. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എല്ലാ മക്കൾക്കും നിങ്ങൾ, മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ മക്കൾക്ക് സ്വിമ്മിംഗ് പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ നബിതങ്ങളാ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കണം. അൽ ഫുറൂസിയ, ഹോഴ്സ് റൈഡിംഗ്, കുതിരയോട്ടം പഠിപ്പിക്കണം. വരിമായ, ആർച്ചറി പഠിപ്പിക്കണം നിങ്ങളുടെ മക്കൾക്കെന്ന്. വൽ ഖുർആൻ വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാനും പഠിപ്പിക്കണം. വഹുബ്ബി നബിയിക്കും വഹുബ്ബി അഹ്ലി ബൈതിഹി, ഹബീബിനെ സ്നേഹിക്കാനും അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനും പഠിപ്പിക്കണേ. ഇതൊക്കെ പറഞ്ഞ നബിതങ്ങൾ സ്വിമ്മിംഗ് ചെയ്യാൻ മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ശർഅ പഠിപ്പിച്ച വിഷയമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യമുള്ള ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ വേണമെന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങനെ? സയൻസ് പഠിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് ആരോഗ്യം, ശുദ്ധിയും ഹൈജീനും വേണമെന്ന് പഠിപ്പിക്കുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.